വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ. ഇന്ന് ഒരു വലിയ മനുഷ്യൻ, പക്ഷെ അവരുടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് സാധാരണ നിലയിലായിരുന്നു. എപ്പിസ്കോപ്പൽ സഭകളുടെ അതിപ്രസരണം, ശക്തമായ കുടുംബങ്ങളുടെ വാഴ്ച, അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ സുവിശേഷ വിളി കേട്ട് ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് VT ജോസഫ്. അന്ന് ആദ്യകാലങ്ങളിൽ പാഷനേയ ജീവിതം, അതെല്ലാം മടുത്ത കുഞ്ഞുങ്ങൾ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പിതാവിന്റെ നിലവിളി ആഴങ്ങളിൽ നിന്ന് കോരിയെടുക്കുന്ന മുത്തുകൾ പോലെ അത് ആയിരക്കണക്കിന് ആളുകൾക്ക് ധന്യമായ മുഹൂർത്തങ്ങൾ നൽകുന്നതായി മാറി. എന്നോടൊപ്പമുള്ളത് കോഫി വിത്ത് ലൂക്കിൽ വിൽസൺ ജോസഫ് എന്ന ഒരു വ്യവസായി. ഇന്ന് അദ്ദേഹം ഷാർജ വർഷിപ്പ് സെന്ററിന്റെ ചെയർമാനാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല ദീർഘനാളത്തെ ബന്ധമുണ്ട്. ഈ നിൽക്കുന്ന ഈ ആലയത്തിന്റെ കല്ലിടൽ ചടങ്ങ് മുതൽ, ഇതിന്റെ പ്രോപ്പർട്ടി കിട്ടിയ സമയം മുതൽ, ഇതിന്റെ ഉദ്ഘാടന സമയം വരെ ഒരുമിച്ച് ഒരേ വേദികൾ പങ്കിടാനും ആ സന്തോഷത്തിൽ പങ്കാളിത്തം വഹിക്കാനും അവസരം ലഭിച്ച ഒരാളാണ്. ഇത് കോഫി വിത്ത് ലൂക്കിൽ എന്നോടൊപ്പം ഉള്ളത് ആ ധീരനായ, ആ നല്ല മാന്യനായ ഒരു ദൈവഭൃത്യൻ, വ്യവസായി അല്ല, ഇന്ന് പൂർണ്ണ സമയ സുവിശേഷകൻ തന്നെ പറയാം. അദ്ദേഹമാണ് കോഫി വിത്ത്. സർ, വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക്. പാസ്റ്റർ വിൽസൺ ജോസഫ് പഴയ പാസ്റ്ററൊന്നുമല്ല, അങ്ങ് ധനികനായ ഒരു വ്യവസായിയാണ്. ജീവിതത്തിൽ അത്യാവശ്യം നല്ല കാര്യങ്ങൾ, മറ്റുള്ളവരെ അപേക്ഷിച്ചും ധാരാളം സ്വഭാവങ്ങൾക്ക് ഗുണമുള്ള ഒരാൾ, ശാന്തനാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാം, വളരെ കൂർമ്മബുദ്ധിയോടെ കാര്യങ്ങൾ കാണും. പക്ഷെ നിർത്തേണ്ടതും ഇരിക്കേണ്ടതും ഇരുത്തേണ്ടതും ഒക്കെ അങ്ങേക്കറിയാം. ഒരു നല്ല ബിസിനസ്സുകാരൻ കൂടിയാണ്. പക്ഷെ ആ ഒരു ലീഡർഷിപ്പ് അങ്ങേ കൊണ്ട് എത്തിച്ചത് ഈ രാജ്യത്തെ ഒരു വലിയ സ്ഥാനത്താണ്, അല്ലേ? തീർച്ചയായിട്ടും അത് ഒരു ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ കഴിവുകൊണ്ടോ കഴിവിൻ്റെ കൂടുതൽ കൊണ്ടോ അല്ല, അതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. 1995 എല്ലാം പിടിവിട്ടു പോകുന്നൊരു സമയം, നിൽക്കക്കളിയില്ലാതെ അല്ലെങ്കിൽ തകർന്നു പോയി തരിപ്പണമാകുമെന്ന് ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവം നിങ്ങളെ മാനിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അതിന് മറുഭാഗം മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി എത്രയോ പേര് നിങ്ങളുടെ ജീവിതത്തിലൂടെ വന്നുപോയി. ഏതെല്ലാം മനുഷ്യർ, ഏതെല്ലാം സ്വഭാവമുള്ള ആളുകൾ. എങ്ങനെയാണ് അങ്ങ് ഈ കസേര ഉറച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്നെ നിർത്തിയത് ദൈവമാണ്. സർവശക്തനാകുന്ന ദൈവം എന്നെ മുന്നമേ കണ്ടിരുന്നു. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു നല്ല നിലയിലൊക്കെ വന്നു. എങ്കിലും 1995 ഒരു വലിയ പ്രതിസന്ധിയെ ഞാൻ നേരിടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിലെടുത്തൊരു തീരുമാനമാണ്, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ ലഭിക്കുകയാണെങ്കിൽ പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകും. ഞാൻ എന്നെ തന്നെ അന്ന് സമർപ്പിച്ചു. അത്ഭുതകരമായി ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. പക്ഷെ അങ്ങ് ഈ IPC എന്ന് പറയുന്ന സഭ ഇന്ത്യയിലെ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പ്രഥമ സഭയാണ്. 12,000-ലധികം സഭകളുണ്ട്, 10,000-15,000 ശുശ്രൂഷകരുണ്ട് ലോകത്തെമ്പാടുമായിട്ട്. ഇവിടെ 35-ലധികം സഭകളാണ് ഇത് എത്ര സ്ക്വയർ ഫീറ്റാണ് മൊത്തത്തിൽ ഉള്ളത്? ഇത് 25,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ തന്നെ ഇവിടെ ഷാർജ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന കോംപ്ലക്സ് 6 ഹാളുകളാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. അതിനകത്ത് കൺവെൻഷനൊക്കെ നടക്കുന്ന വലിയ ഹാൾ, മെയിൻ ഹാൾ, അവിടെയാണ് ആരാധന നടക്കുന്നത്. ഞങ്ങളുടെ ആരാധന IPC വർഷിപ്പ് സെന്റർ, CSI ചർച്ച് തുടങ്ങിയ ചില ചർച്ചുകളുടെ ആരാധന അവിടെ തന്നെയാണ് നടക്കുന്നത്. അവിടെയാണ് ഇന്ന് ഗൾഫിലെ ഏറ്റവും കൂടുതൽ കൺവെൻഷനും വലിയ കോൺഫറൻസുകളൊക്കെ നടക്കുന്നത് അവിടെ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ദൈവം എനിക്ക് അത് ദാനമായി നൽകി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പാഷനേജ് ജീവിതം, അതിപ്പോൾ എത്ര പേർക്ക് പാഷനേജ് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അല്ലെങ്കിൽ 10-15 പേരും കൂടുന്ന ചെറിയ വീട്, അവിടെ ആരാധന നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അത് പിന്നെ ഇങ്ങനെ വളർന്നു ധാരാളം സഭകളായി. ഇന്ന് പെന്തക്കോസ്ത് സമൂഹം എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും വളരെ ശക്തമായ ഉന്നതരായ ജോലിക്കാർ, ഉന്നതമായ സ്ഥാപനങ്ങൾ, ബിസിനസ്സുകാരൊക്കെ ഉള്ള, അല്ലേ? ഇവരെല്ലാം വന്നത് പെന്തക്കോസ്ത് എന്ന പേരിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം വന്ന് എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നാണ്. അവരുടെ വിശ്വാസം, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യ വിശ്വാസം മാറ്റിവെച്ചിട്ട് കൂടുതൽ പ്രാർത്ഥനയിലും ദൈവത്തോടും ദൈവനും പഠിക്കുന്നതിനും, അല്ലെ, അഭ്യസിക്കുന്നതിനൊക്കെ പ്രഥമ സ്ഥാനം നൽകി അവർ കുറച്ചും കൂടി വേർപെട്ടു പോകും, അല്ലേ, മറ്റുള്ള സമൂഹങ്ങളിൽ നിന്ന്. പക്ഷേ ഈ നിങ്ങൾ കൂടുതൽ നന്നാകാൻ പോയപ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളായി. തീർച്ചയായിട്ടും പാർശ്വനീയ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ